ഇന്നത്തെ ലേറ്റസ്റ്റ് ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സിൽ പ്രധാനമായിട്ടും സ്വർണ്ണവിലയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സ്വർണ്ണവില ഇന്നലെ കുത്തനെ കയറിയതുപോലെ ഇന്ന് കുത്തനെ താഴോട്ട് വന്നിരിക്കുകയാണ്. അപ്പം അത് ഇന്നലെ മാർക്കറ്റിൽ ഉണ്ടായ ഒരു വ്യതിയാനം അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പം കുറഞ്ഞിരിക്കുന്നത്. വല്ലാത്ത രീതിയിലും കുറഞ്ഞിട്ടില്ല. അതിൽ നിന്ന് നേരിയ തോതിൽ ഒരു കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു ഗ്രാമിന് 965 രൂപ കുറഞ്ഞിട്ടുണ്ട്. 17,885 ആയിരുന്നു ഇന്നലത്തെ പ്രൈസ്. അതിൽ നിന്നും 16,920 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഒരു പവന് 8 ഗ്രാമിന് 7,720 രൂപ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഇമീഡിയറ്റ് ആയിട്ട് പോയി സ്വർണത്തിലേക്ക് പർച്ചേസ് നടത്തിയവർക്കൊക്കെ ഒരു തിരിച്ചടിയായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നത് സ്വർണം ഒരു അൺസർട്ടനിറ്റിയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെയുള്ള മാർക്കറ്റ് വ്യതിയാനങ്ങളിൽ അട്രാക്റ്റീവായിട്ട് പോയി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഇന്നലെ 1,43,800 ആയിരുന്നു 8 ഗ്രാമിന് ഒരു പവൻ സ്വർണത്തിൻ്റെ വില. അത് ഇന്ന് 1,35,360 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. ട്രംപ് ആണെങ്കിൽ അടുത്ത ഭീഷണി ക്യൂബയ്ക്കെതിരെയാണ് അടുത്ത ഭീഷണിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് ട്രംപ് ക്യൂബയ്ക്കെതിരെ മാത്രമല്ല കേട്ടോ, ക്യൂബയ്ക്കെതിരെ ഭീഷണി, യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ കനത്ത അമർഷം, അതുപോലെ UK-ക്കെതിരെയുള്ള പൊട്ടിത്തെറി, കാനഡയ്ക്കെതിരെ, അങ്ങനെയുള്ള വല്ലാത്ത രീതിയിൽ ട്രംപ് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കൊമ്പ് കോർക്കുന്ന സാഹചര്യമാണ് ഇപ്പം രൂപപ്പെടുന്നത്. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കണം, ഫോർമുല ചേഞ്ച് ആവുകയാണ്. അമേരിക്ക ഇന്ത്യയുമായിട്ട് സോഫ്റ്റ് കോർണറിൽ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ത്യ അതുമായിട്ട് ബന്ധപ്പെട്ട നീക്കുപോക്കുകൾ നടത്തിയിട്ടുണ്ട്. ഇനി മറ്റു രാജ്യങ്ങൾ, അതായത് ഒരു സമയത്ത് അമേരിക്കയെ അനുകൂലിച്ച് നിന്നിരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയെ മാത്രം അമേരിക്ക മാറ്റി നിർത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഒരു ചേഞ്ച് വരാൻ പോവുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ നമ്മുടെ മാർക്കറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും അഗ്രികൾച്ചർ മേഖലയിൽ ഞങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ അതേസമയം നമുക്ക് മറ്റുള്ള എനർജി മേഖലയിലേക്ക് അമേരിക്കയെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ ഇന്ത്യ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട്. ഇപ്പം 2026 ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അമേരിക്കയ്ക്ക് കൊടുക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ തീരുമാനങ്ങളൊക്കെ ക്യാബിനറ്റിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. US പ്രാധാന്യം നൽകിക്കൊണ്ട് US അവർക്കും കൂടി അവർ പറയുന്ന രീതിയിൽ കുറച്ച് ബെനിഫിറ്റ് അവർക്കും കൂടി കിട്ടുന്ന രീതിയിൽ നമ്മൾ എനർജി പർച്ചേസ് ഡൈവേഴ്സിഫൈ ചെയ്യാണ്. പിന്നെ അമേരിക്ക ക്യൂബയുമായിട്ട് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ക്യൂബയ്ക്ക് കൊടുക്കുന്ന എല്ലാ എനർജിയും റഷ്യയിൽ നിന്നും എണ്ണ കൊടുക്കാൻ പാടില്ല, അതുപോലെ തന്നെ വെനിസുലയിൽ നിന്നും എണ്ണ പോകാൻ പാടില്ല. അങ്ങനെ പല രാജ്യങ്ങളിലും ക്യൂബയ്ക്ക് എനർജി റിസോഴ്സ് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് വളരെ കർശനമായ നിയമമായിട്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതായത് ക്യൂബയുമായിട്ട് എനർജി ട്രേഡ് നടത്തുന്ന ആൾക്കാർക്കെതിരെ സാങ്ഷൻസ് കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ മെക്സിക്കോ എടുത്തും പറഞ്ഞിട്ടുണ്ട്, മെക്സിക്കോ നിങ്ങൾ ക്യൂബയ്ക്ക് ഓയിൽ കൊടുക്കരുത്, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ കർശനമായ നടപടി എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെനിസുലയെ തുടർന്ന് ക്യൂബയും കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അമേരിക്ക തുടരുകയാണ്. അതാണ് നമ്പർ 1 മാറ്റർ. ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അമേരിക്കയ്ക്ക് പ്രിയപ്പെട്ട രാജ്യങ്ങളായിട്ടുള്ള അവരോട് ഒത്തുചേർന്ന് പ്രവർത്തിച്ചിരുന്ന കാനഡ, ഓസ്ട്രേലിയ, ഇതേപോലെ ഈ 5 ഐസ് എന്നൊക്കെ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, UK, ഇവരൊക്കെ കൊളാബറേറ്റീവായിട്ട് ആയുധങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് കാനഡയും അമേരിക്കയും ഏറ്റവും കൂടുതൽ, ഇവരെ തൊട്ടടുത്ത് കിടക്കുന്ന അയൽവാസികളായതുകൊണ്ട് തന്നെ ഇവർ ഓൾമോസ്റ്റ് ഒരു രാജ്യം പോലെയാണ് പ്രവർത്തിച്ചിരുന്നത് ഇങ്ങനത്തെ ഡിഫൻസ് മേഖലകളിൽ. കാനഡയും ചൈനയുമായിട്ടുള്ള ബന്ധം അത് തന്നെയാണ് ഇപ്പം ഇങ്ങനത്തെ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. അതിനെ തുടർന്ന് അമേരിക്ക ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. ആൽബർട്ടോ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട് കാനഡയിൽ. അതൊരു പ്രത്യേക സ്റ്റേറ്റ് ആണ്, സെപ്പറേറ്റ് സംസ്ഥാനം പോലെ കരുതിക്കോളൂ, സംസ്ഥാനം തന്നെയാണ്. അപ്പോൾ ഈ ആൽബർട്ടോസ് എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ എണ്ണ ശേഖരം കാനഡയിൽ റിസോഴ്സസ് ഉള്ളത്. കുറേ കാലം കൊണ്ട് ഈ ആൽബർട്ടോസ് സ്റ്റേറ്റിൽപ്പെട്ട ആൾക്കാർ ഞങ്ങൾക്ക് സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണം, ഞങ്ങളെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കാനഡ ഗവൺമെന്റ് അടുത്ത് നിരന്തരം ഇതുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യം ഉന്നയിക്കുകയും പല സമയങ്ങളിലും ഇതിനെ തുടർന്നുള്ള പ്രൊട്ടസ്റ്റുകളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അമേരിക്ക ഇപ്പോൾ ഇതിനെ മുതലെടുക്കുകയാണ്. അമേരിക്ക ഇപ്പം 2 ദിവസങ്ങൾക്ക് മുമ്പ് സ്കോട്ട് ബെസന്റ് പറഞ്ഞു വെച്ചത്, ഈ അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞു വെച്ചത് ഫൈനാൻഷ്യൽ മിനിസ്റ്റർ അങ്ങനെ കരുതിയാൽ മതി. നമ്മൾ എപ്പോഴെപ്പോഴും ഈ പേരെടുത്ത് പറയുന്നത് കൊണ്ട് അവരുടെ ഡെസിഗ്നേഷൻ പറയണം തന്നെ ഇല്ല, പ്രേക്ഷകർക്ക് അത് മനസ്സിലാവേണ്ടതാണ്. അപ്പോൾ സ്കോട്ട് ബെസന്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, ആൽബർട്ടോസ് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് അറിയാണ്ട് കാനഡയോടൊപ്പം നിന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് അമേരിക്കയോടൊപ്പം ചേർന്നുകൂടാ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇതിനെ തുടർന്ന് അമേരിക്ക കൃത്യമായിട്ട് ആൽബർട്ടോസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഈ പ്രതിഷേധകരെ, അതായത് ഈ വിമത ഗ്രൂപ്പിനെ, അവരെ വിളിച്ചു വരുത്തി വൈറ്റ് ഹൗസിലിരുത്തി അവരുമായിട്ട് ചർച്ച നടത്തി. ഞാൻ ഈ വെക്കുന്ന ഇമേജിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, കാനഡയെ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ കാനഡയുടെ മാപ്പിന്റെ ആകൃതിയിലുള്ള ഒരു കേക്ക്, അതിൽ ആൽബർട്ടോസ് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റിന്റെ കഷ്ണം മുറിച്ചെടുക്കുന്നതായിട്ട് സിംബോളിക്കായിട്ട് കാണിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത്. അതായത് ഇതെല്ലാം തന്നെ അമേരിക്കയുടെ പ്രൊപ്പഗൻഡ, അവരുടെ അജണ്ട, അവരുടെ പ്രൊവോക്കേഷൻ തിയറി, ഇങ്ങനെയൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പം അങ്ങനെ കാനഡയെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതിന് ആൽബർട്ടോസ് എന്ന് പറഞ്ഞ ആ ഒരു റിബൽ ഗ്രൂപ്പിനെ കൈക്കലാക്കിക്കൊണ്ട് കാനഡയ്ക്കുള്ളിൽ ഒരു അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അമേരിക്ക. ഇപ്പം കാനഡ ഭയങ്കരമായിട്ട് കുയ്യോ മുയ്യോ എന്ന് ബഹളം വെച്ചുകൊണ്ട് ഇങ്ങനെ ഞങ്ങളുടെ രാജ്യത്തിനുള്ളിലുള്ള സോവറിനിറ്റി, ഞങ്ങളുടെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി, ഇതിനെയൊക്കെ ഹനിക്കുന്ന രീതിയിലാണ് അമേരിക്ക പെരുമാറുന്നത് എന്നാണ് കാനഡയുടെ ക്ലെയിം. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ മാർക്കറിനെ എടുത്ത് ഒരു കാര്യം മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ ഇതേ പാർട്ടിയിൽപ്പെട്ട നിങ്ങളുടെ മുൻ നേതാവ്, അതായത് ജസ്റ്റിൻ ട്രൂഡോ
ജസ്റ്റിൻ ട്രൂഡോ എന്താണ് കാണിച്ചത്? അപ്പോഴാണ് ഞാനിത് ഓർത്തത്. കാരണം ഇന്ത്യയെ കീറി മുറിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ നിന്നും ഒരു കൂട്ടം റിബൽസ്, അവർ ഇന്ത്യക്കാർ തന്നെയല്ല, ഇന്ത്യയിൽ നിന്നും എപ്പോഴോ നാട് വിട്ട ആൾക്കാർ, ഖാലിസ്ഥാനികൾ, അവന്മാർക്ക് നിങ്ങൾ നാഷണാലിറ്റിയും കൊടുത്ത് ഇവന്മാർ ഇന്ത്യക്കുള്ളിൽ നിയമവിരുദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിട്ട് ഇവിടെ നിന്ന് എസ്കേപ്പായി കാനഡയിൽ പോയിട്ട് നാഷണാലിറ്റി വാങ്ങിച്ച് ജീവിക്കുന്ന സാഹചര്യത്തിൽ അവന്മാർ ഓരോരുത്തരെയും എക്സ്ട്രാഡിഷൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാഡിഷൻ പേപ്പേഴ്സ് മൂവ് ചെയ്യുമ്പോഴത്തേക്കും അതിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് അതിനെയൊക്കെ ഒരു രീതിയിലുള്ള മൈൻഡ് പോലും ചെയ്യാണ്ട്, അതുകൊണ്ടാണ് നമ്മൾക്കും കാനഡയ്ക്കും തമ്മിലുള്ള ബന്ധം വഷളായത്. ഈ ഖാലിസ്ഥാനി പാർട്ടിയെ അവിടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് അംഗീകരിച്ച് അവർക്ക് വോട്ടവകാശം കൊടുത്ത് അവരെ സെപ്പറേറ്റ് ഒരു വിങ് ആയിട്ട് തന്നെ പാർലമെന്റിൽ കൊണ്ടുവന്ന് ഇരുത്തി, ഹൗസ് ഓഫ് കോമൺസിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഇന്ത്യക്കെതിരെയുള്ള നടപടികൾ എടുക്കാൻ തുനിഞ്ഞിരുന്ന വ്യക്തിയാണ് ജസ്റ്റിൻ ട്രൂഡോ. ആ ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യയോട് ചെയ്തത് എന്താണോ അതേ സെയിം സെനാരിയോ ഇന്ന് അമേരിക്ക കാനഡയോട് ചെയ്യാണ്. ഇപ്പൊ കാനഡയ്ക്ക് നോവുന്നു, വേദനിക്കുന്നു, ഞങ്ങളുടെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി, ഞങ്ങളുടെ സോവറിനിറ്റി എന്നൊക്കെ പറയുമ്പോൾ അന്ന് ഇന്ത്യയുടെ സോവറിനിറ്റി, ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി, ഇതെല്ലാം തന്നെ അന്ന് ഓർക്കണമായിരുന്നു. അതായത് ലോകം വളരെ ചെറുതാണ്, ഇങ്ങനെ കറങ്ങി പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ അന്ന് ഇന്ത്യക്കെതിരെ ഇവരെടുത്ത നിലപാട്, ഇന്ത്യ ശക്തമായി പിടിച്ചു നിന്നു, അത് വേറെ കാര്യം. പക്ഷേ കാനഡയ്ക്കെതിരെ അമേരിക്ക ഇതേ ഫോർമുലയുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അവരെന്താണ് ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ നോക്കിയിരുന്ന് കാണാം. അന്ന് നമുക്കിട്ട് വെച്ചു, ഇന്ന് അവർക്കിട്ട് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. ട്രംപ് യൂറോപ്യൻ യൂണിയനെതിരെ ശക്തമായിട്ട് ആഞ്ഞടിക്കുകയാണ്. പറഞ്ഞിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ നിങ്ങളെ ഞാൻ മൊത്തത്തിൽ അങ്ങ് ഡിസ്മാൻഡിൽ ചെയ്ത് കളയും, യൂറോപ്യൻ യൂണിയനെ തന്നെ ഞാൻ പിരിച്ചു വിട്ട് കളയും, അത് എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയുന്നുണ്ട്. ഇത് ഗ്രീൻലാൻഡിൻ്റെ ആ ഒരു ഗ്രഡ്ജ് മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. എന്നാലും അതിലുപരിയായിട്ട് ഇപ്പോൾ ഇന്ത്യയുമായിട്ട് നടത്തിയ ഒരു കരാർ, ഇതൊക്കെ തന്നെ ട്രംപ് വല്ലാത്ത രീതിയിൽ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ യൂറോപ്പ് സൂക്ഷിച്ചും കണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% താരിഫ് പ്ലസ് ഞാൻ യൂറോപ്യൻ യൂണിയനെ തന്നെ ഇല്ലാതാക്കി കളയും എന്നാണ് ഇപ്പോൾ ഭീഷണി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പുടിനുമായിട്ട് സംസാരിച്ചു, ഏതാണ്ട് 1.5 മണിക്കൂർ സംസാരിച്ചതിൽ ഉക്രൈനെ ആക്രമിക്കുന്നതിൽ ഒരു 10 ദിവസത്തെ ഗ്യാപ്പ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പുടിൻ സമ്മതിച്ചിട്ടുണ്ട്. ഒരു 10 ദിവസം ഭയങ്കര തണുപ്പാണ്, അപ്പോൾ ഈ ഒരു ആക്രമണം ഒന്ന് നിർത്തിവെച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കുമെന്ന് ഒരു റിക്വസ്റ്റ് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 10 ദിവസത്തേക്ക് പുടിൻ ഉക്രൈൻ്റെ മേലുള്ള ആക്രമണം നടത്തുന്നില്ല, അത് അവർ ചെയ്യാതിരുന്നത്, അതായത് ഉക്രൈൻ്റെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായിട്ടുള്ള നടപടികൾ ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടിക്കുന്നില്ല, 10 ദിവസത്തേക്ക് ഞങ്ങൾ റെസ്റ്റ് കൊടുക്കാം എന്ന് പറഞ്ഞ് സമ്മതിച്ചതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇന്ന് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ സെലൻസ്കി എങ്ങനെയാണ് കാണുന്നത്? ഇതിനെ വിമർശിക്കുന്നുണ്ട് സെലൻസ്കിക്ക് 10 ദിവസത്തെ ഗ്യാപ്പ് വാങ്ങിച്ചു കൊടുത്തത് പോരാ, അതെന്താണ് 10 ദിവസത്തെ ഗ്യാപ്പ്, ഞങ്ങൾ പെർമനന്റ് ആയിട്ട് യുദ്ധം നിർത്താൻ തയ്യാറാണ്, അപ്പോൾ അതിന് എവിടെ വന്ന് ചർച്ച നടത്തണം, എന്താണ് നടപടിക്രമങ്ങൾ, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് ഉപദേശിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കുമെന്ന് ട്രംപിനോട്, അമേരിക്കയോട് തന്നെ ചോദിച്ചിട്ടുണ്ട് സെലൻസ്കി. ഇതാണ് കോമഡി. ചെറിയൊരു ബ്രേക്ക് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അങ്ങോട്ട് ക്രിറ്റിസിസവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് സെലൻസ്കി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അമേരിക്ക പറഞ്ഞതിന്റെ പേരിൽ റഷ്യയുമായിട്ട് യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണമായിരുന്നു, അതാണ് ചെയ്യേണ്ടിയിരുന്നത്. അത് അന്ന് തന്നെ നേരിട്ട് പുടിനുമായിട്ട് സംസാരിച്ച് അന്ന് തുർക്കിയിൽ വെച്ച് തന്നെ UK മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ വാക്ക് കേൾക്കാതെ നേരെ ചൊവ്വേ അന്ന് സംസാരിച്ച് യുദ്ധത്തിന് ഒരു അറുതി ഉണ്ടാക്കിയിരുന്നുണ്ടെങ്കിൽ ഇന്ന് ഇത്രമാത്രം ദുഃഖിക്കേണ്ടിയില്ലായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ കിടന്നിട്ട് 10 ദിവസമാണോ 15 ദിവസമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ഒരു കാര്യമില്ല. ഇപ്പൊ പുടിൻ പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് പ്രകോപിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് 10 ദിവസത്തേക്ക് ആക്രമിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ നല്ല കാര്യം. ജർമ്മനി, ഫ്രാൻസ്, UK ഈ രാജ്യങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവരുടെ ചൈന ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം പുള്ളിയുടെ അടുത്ത് പോയപ്പോഴത്തേക്കാണ് പുള്ളി ഈ ഒരു റെസ്പോൺസ് ചെയ്തത്. അതെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊന്നും പറയാനില്ല, പിന്നെ ഈ ചൈനയുമായിട്ട് ഇവർ ചേർന്ന് നടത്താനിരിക്കുന്ന കച്ചവടം അത് അവരുടെ താല്പര്യം, അതെന്തെങ്കിലും ആയിക്കോട്ടെ, പിന്നെ ഞങ്ങൾ USA ഇവരുമായിട്ട് പ്രതികരിക്കും അക്കോർഡിംഗ്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ ഏത് തരത്തിലാണോ ഇവർ ചൈനയുമായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്നത് അതിനെ ആശ്രയിച്ചായിരിക്കും ഞങ്ങളുടെ റെസ്പോൺസ് എന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ട്രംപ് ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കോളൂ, ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പുള്ളിക്കാരൻ പൂർണ്ണമായിട്ട് എഴുതും മനസ്സിലുള്ള വെപ്രാളും വേവലാതിയും അവർക്കെതിരെയുള്ള നിലപാടുകളും കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ട്രംപ് എഴുതുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതുവരെ അങ്ങനെയാണ്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും, അതിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ ഹക്കാൻ ഫിദാൻ ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള അബ്ബാസ് അരക്ചിയുമായിട്ട് സംസാരിച്ചിട്ട് ചെറിയൊരു പോസിറ്റീവ് നോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൗദി അറേബ്യ അടുത്തും ഖത്തറിൻ്റെ അടുത്തൊക്കെ ഈ വിഷയങ്ങൾ കൈമാറിയിട്ടുണ്ട്. അതായത് ട്രംപ് പറഞ്ഞിരിക്കുന്നത് 2 നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഹക്കാൻ ഫിദാൻ പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഡയലോഗിന് തയ്യാറാണ്, ഇതാണ് നമ്പർ 1 മാറ്റർ. പക്ഷേ ഈ പൊസിഷനിലല്ല, അത് തന്നെയാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇറാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ പൊരുൾ എന്താണ്, അവരെന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച്, ഏത് തരത്തിലാണ് അവരുടെ ഡിഗ്നിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ഏറ്റവും കൂടുതൽ ചോദ്യം ഉയർത്തുന്നത്, ആ രീതിയിലാണെങ്കിലേ അവർ സംസാരിക്കാൻ തയ്യാറാവുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 2 വിഷയങ്ങളാണ്. ഒന്ന്, ഇറാന്റെ ഉള്ളിൽ പ്രതിഷേധങ്ങൾ പാടില്ല. പ്രതിഷേധങ്ങൾ എന്തിനാണോ ഉണ്ടാകുന്നത് അതിനെ അഡ്രസ്സ് ചെയ്ത് ആ ഗവൺമെന്റ് ഈ പ്രതിഷേധത്തിനെ തടഞ്ഞു നിർത്താനുള്ള, അല്ലെങ്കിൽ പ്രതിഷേധകരുടെ ആവശ്യം എന്താണോ അത് നിറവേറ്റി കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക, നമ്പർ 1. 2, ആണവായുധം ഉൽപ്പാദിപ്പിക്കും എന്നുള്ള രീതിയിൽ ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഈ വക പരിപാടികളിൽ നിന്നൊക്കെ പിന്മാറുക. എന്നിട്ട് ഈ ന്യൂക്ലിയർ ഡീൽ JCPOA നോൺ പ്രോളിഫറേഷൻ എഗ്രിമെന്റ് അതിൽ വന്ന് ഒപ്പിടുക.
ഇത് കഴിഞ്ഞാൽ ഓക്കെയാണ്, ഇല്ല എന്നുണ്ടെങ്കിൽ അടിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ നിലവിൽ അടിക്കും തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകാതെ ഇറാനും അപ്പുറത്ത് നിൽക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. തുർക്കി എന്തൊക്കെയോ ഇതിനകത്ത് മീഡിയേഷൻ എന്നുള്ള പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ഡിലേ ആകുന്നുണ്ട് ഈ ആക്രമണം. അല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാരണം ഈ തുർക്കിയെ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവർ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ഏർപ്പാടാണ് തുർക്കി. അപ്പോൾ അതെന്തായാലും ഇറാനും അമേരിക്കയ്ക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് അവർ ഓപ്പൺ ആയിട്ട് തുർക്കിയുമായിട്ടൊരു ഡിസ്കഷൻ ചെയ്യില്ല എന്നുള്ളതാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയ്ക്ക് നെഗോഷിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് വിശ്വസ്തമായ ആൾക്കാരെ വിട്ട് നെഗോഷിയേറ്റ് ചെയ്യിപ്പിക്കണം, അതേ നടക്കുള്ളൂ. പിന്നെ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഒമാൻ്റെ പേരാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്ന ഒരു ചാർട്ട് നിങ്ങൾ കണ്ടോളൂ. ഇത് $, ഗോൾഡും, അതായത് ട്രഷറി ബോണ്ടും ഗോൾഡും തമ്മിലുള്ള ഒരു ചാർട്ടാണ്. ഇത് കുറച്ച് ഹിസ്റ്ററി അതേപോലെ തന്നെ ഫോർകാസ്റ്റ് ആ നിലയിലാണ് ഈ ഒരു ഗ്രാഫ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ യെല്ലോ കളറിൽ കാണിക്കുന്നതാണ് ഗോൾഡ്, അതേപോലെ ബ്ലൂ കളറിൽ കാണിക്കുന്നതാണ് ട്രഷറി ബോണ്ട്. അപ്പോൾ ഇത് വർഷങ്ങളോളം എന്തുമാത്രം ഡിഫറൻസ് ആണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ശരിക്കും 1998 കഴിഞ്ഞിട്ട് 2000 ആ ഒരു കാലഘട്ടത്താണ് ഗോൾഡ് താഴോട്ട് കുറച്ച് ഇറങ്ങി നിൽക്കുന്നതും പിന്നെ ഇതിൻ്റെ ഈ ട്രഷറി ബോണ്ടിൻ്റെ പർച്ചേസ് ഏറ്റവും കൂടുതൽ ഉയർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. അത് ചൈനയുടെ ഗ്രോത്തിന് ശേഷം ചൈന ഏറ്റവും കൂടുതൽ ബോണ്ട് പർച്ചേസ് ചെയ്യുന്നു, അതേപോലെ ജപ്പാൻ ഏറ്റവും കൂടുതൽ ബോണ്ട് പർച്ചേസ് ചെയ്യുന്നു. ഇങ്ങനെ ഏറ്റവും കൂടുതൽ ബോണ്ട് പർച്ചേസിങ് നടന്നിരിക്കുന്ന സാഹചര്യങ്ങളിലാണ്, ഈ കാലഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഈ ട്രഷറി ബോണ്ട് അഥവാ $, ഉയർന്ന നിലയിലേക്കുള്ള ആ ഒരു സഞ്ചാരം തുടരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഏറ്റവും അതിൻ്റെ എഡ്ജിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 2024, 2025 ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ബ്ലൂ ലൈൻ അഥവാ ഈ ട്രഷറി ബോണ്ട് $, എന്ന് പറയുന്നത് താഴോട്ടും ഗോൾഡ് മോളോട്ടും കയറിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നിലവിലും അത് പീക്കിൽ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇതാണ് നിലവിലെ അവസ്ഥ. ഇന്ത്യ ഓയിൽ പർച്ചേസ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. തീരുമാനം വളരെയധികം ഇന്ത്യക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ നിലപാട്. അതായത് ഇന്ത്യ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിരുന്നത് യൂറോപ്പും അമേരിക്കയും ഒരുമിച്ച് നിലപാടെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് ശക്തമായിട്ട് തുടർന്നിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ റഷ്യയുടെ സൈഡിൽ നിന്നുള്ള ഇറക്കുമതി കുറച്ചിട്ടുണ്ട്. റിലയൻസ് എന്ന് പറയുന്ന വലിയൊരു കമ്പനി റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നത് കുറച്ചിട്ടുണ്ട്. അവർക്ക് 2 പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. അത് ഒന്ന് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ യൂണിറ്റ്, മറ്റൊന്ന് ഇന്റർനാഷണൽ പ്രൊഡക്ഷൻ യൂണിറ്റ്. അപ്പോൾ അതിൽ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനിലേക്ക് മാത്രമായിട്ട് റഷ്യൻ ഓയിൽ ചുരുക്കിയിരിക്കുകയാണ് റിലയൻസ്. ഇന്റർനാഷണൽ ഷിപ്മെന്റിനുള്ള ഓയിൽ റിഫൈനറിയിൽ ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ്. അപ്പോൾ അത് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക, ലിബിയ, നൈജീരിയ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ നിർണായകമായിട്ടുള്ള മാറ്റം വരുത്തിയിരിക്കുന്നത് ഈ മാസം മുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ UAE നിന്നുള്ള എണ്ണ ഇറക്കുമതി നമ്മൾ കുത്തനെ കൂട്ടുകയാണ്. അപ്പോൾ UAE ഇന്ത്യയും തമ്മിൽ ശക്തമായ രീതിയിലുള്ള ബന്ധം, അതായത് ഈ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഒരു 3 മണിക്കൂർ വിസിറ്റ് ഇന്ത്യയിലേക്ക് എന്തിനാണ് നടത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് 3 മണിക്കൂർ മീറ്റിംഗ് എന്നുള്ളതിലുപരിയായിട്ട് അതിനെ തുടർന്നുണ്ടാകാൻ പോകുന്ന സംഭവ വികാസങ്ങൾ, അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നോക്കിക്കാണേണ്ടത്. അതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇപ്പൊ കാനഡയുമായിട്ട് നമ്മൾ വെക്കാൻ പോകുന്ന യുറേനിയം ഡീൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇപ്പം UAE നിന്നും ഏറ്റവും കൂടുതൽ 11.9% നമ്മളിപ്പം UAE നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാർക്കറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യാണ്. ഇപ്പോൾ ഒരു സിംഗിൾ സോഴ്സിൽ നിന്നും നമ്മൾ എനർജി പർച്ചേസ് ചെയ്യുന്നതിന് പകരം ഇന്നത്തെ ഇന്ത്യയുടെ മാർക്കറ്റിനനുസരിച്ച് ഇന്ത്യ അതിനെ ഡൈവേഴ്സിഫൈ ചെയ്യാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ യൂറോപ്യൻ യൂണിയനുമായിട്ടുണ്ടായ ട്രേഡ് എഗ്രിമെന്റ് ആണ്. ഈ 2026 അവസാനിക്കുന്നതിനുള്ളിൽ യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ ഒപ്പുവെച്ചിരിക്കുന്ന ഒരു ഡീൽ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഒരു രീതിയിലുള്ള തടസ്സങ്ങൾ വരാൻ പാടില്ല. അപ്പോൾ ഇതാണ് പ്രയോറിറ്റീസ്, എപ്പോഴും നമുക്ക് മാറി മാറി വരും. അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ പ്രയോറിറ്റി ഇതാണ്. ഇപ്പോഴത്തെ പ്രയോറിറ്റി റഷ്യൻ ഓയിലിനേക്കാളും പ്രയോറിറ്റി യൂറോപ്പിന്റെ ട്രേഡിന് ഇന്ത്യ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് റഷ്യൻ ഓയിൽ ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ പ്രാധാന്യം യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഡീലാണ്, മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിളിച്ച ആ ഡീൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. കാരണം ഈ ഡീലിൽ അമേരിക്കയ്ക്ക് വേദനിച്ചിട്ടുണ്ട്. നമ്മൾ റഷ്യയുമായിട്ട് എണ്ണ കൂട്ടിയാലും കുറച്ചാലും അമേരിക്കയ്ക്ക് വേദനിക്കത്തില്ല. കാരണം അമേരിക്ക 25% പുനറ്റീവ് താരിഫ് ഇട്ടത് തന്നെ ഈ യൂറോപ്യൻസിന് വേണ്ടിയിട്ടാണ്, അമേരിക്കയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. താരിഫ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ താരിഫിന്റെ പണപ്പിരിവ് നടത്തുന്നത് അമേരിക്കയിലാണ്, ആ താരിഫ് പേ ചെയ്യുന്നത് അമേരിക്കൻ പൗരന്മാരാണ്. ഇന്ത്യൻ സാധനങ്ങളുടെ മേലാണ് ഈ താരിഫ് ചുമത്തിയിരിക്കുന്നത്. ആ താരിഫിന്റെ പൈസ കിട്ടുന്നത് US ട്രഷറിക്കാണ്. ഇതുകൊണ്ട് യൂറോപ്പിനൊരു ഗുണമൊന്നുമില്ല. സംഭവം യൂറോപ്പിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ താരിഫ് ചുമത്തിയത് എങ്കിലും ഇതിന്റെ ഗുണം കിട്ടുന്നത് അമേരിക്കയ്ക്കാണ്. എനിവേ അമേരിക്ക ഇൻഡയറക്റ്റ് ആയിട്ട് യൂറോപ്പിനെ സഹായിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലേക്ക്. അല്ലാതെ ഇതിനകത്ത് ഒരു രീതിയിലുള്ള കണക്ഷനും ഇല്ല. ഇപ്പം അമേരിക്ക എന്തായാലും 5 പൈസ വിട്ട് കളിക്കുന്നില്ല എന്നുള്ളതും കൂടി ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പം മാർക്കറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യാണ് ഇന്ത്യ. അപ്പോൾ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് വ്യക്തമായിട്ട്. ഇതിന്റെ തലക്കെട്ട് തന്നെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ഇന്ത്യയുടെ ഓയിൽ ഇറക്കുമതിയിൽ 2026 അമേരിക്ക ഗെയിൻ ചെയ്യാൻ പോകുന്നു, അതുപോലെ റഷ്യ സ്ലിപ്പ് ആവും എന്നുള്ളത് പറയുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയുടെ ഇറക്കുമതി പൂർണ്ണമായിട്ട് നിർത്തുന്നില്ല, തീർച്ചയായിട്ടും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങും. പ്ലസ് ലിബിയ, ഈജിപ്റ്റ്, ബ്രസീൽ, ബ്രൂണെ, UAE, അമേരിക്ക ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇനി നമ്മൾ എനർജി പർച്ചേസ് ചെയ്യും. US ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ഇന്ത്യക്കുള്ളിൽ 8.1% ഉയർന്നിട്ടുണ്ട്.
അമേരിക്കയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി. അതേപോലെ UAE-യിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതി 11.1% ഉയർന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ 9.4% ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്നും അത് കുത്തനെ കൂടിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. UAE ഒരു പരിധിവരെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ച് ഇന്ത്യയിലേക്ക് തരുന്ന ഒരു രീതിയും ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. അത് നമ്മുടെ ഇന്ത്യയിലുള്ള എണ്ണ കമ്പനികൾ തന്നെ റീറൂട്ട് ചെയ്ത് വാങ്ങിക്കുന്ന ഓയിലാണിത്. അതേപോലെ ഈജിപ്റ്റ് 1.4% ആയിട്ടുണ്ട്. ഈജിപ്തിൽ നിന്നൊക്കെ നമ്മൾ 0.3% ആണ് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ നൈജീരിയയിൽ നിന്നും ക്രൂഡ് ഓയിൽ 3.3% ഇന്ത്യ വാങ്ങുന്നുണ്ട്. ലിബിയയിൽ നിന്നും 0.5% ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പ് 0.1% ആയിരുന്നു. അതിൽ നിന്നാണ് നമ്മളിങ്ങനെ എനർജി ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഓരോ രാജ്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ എനർജി ഡൈവേഴ്സിഫൈ ചെയ്ത് പർച്ചേസ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ ആർക്കും തന്നെ ഇപ്പോൾ ഇതിനകത്ത് ഒന്നും തന്നെ ചൂണ്ടി പറയാനില്ല. എൻ്റെ അടുത്ത് എണ്ണ വാങ്ങിക്കുന്നില്ല, നീ അവിടെ നിന്ന് എണ്ണ വാങ്ങിക്കുന്നു, ഇവിടെ നിന്ന് എണ്ണ വാങ്ങിക്കുന്നു. ഈ ബ്ലെയിം ഒന്നും ഇനി ഇവിടെ നിലനിൽക്കില്ല. ആ ഒരു ക്ലെയിമിനെയും കൂടി ഇന്ത്യ കൃത്യമായിട്ട് എലിമിനേറ്റ് ചെയ്യുകയാണ് ഇവിടെ. പിന്നെ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ നിർണായകമായിട്ടുള്ള മാറ്റം. വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ ഈ മാപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. ഈ മാപ്പിൽ ഗ്രീൻ കളറിൽ കാണുന്ന എല്ലാ പോർഷൻസും ഓൾറെഡി തന്നെ ഇസ്രായേലിന്റെ കൺട്രോളിലാണ് ഉള്ളത്. ഇത് പാലസ്തീൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിലുള്ള കാര്യമാണ് പറയുന്നത്. ഇതിനകത്ത് ഈ ചെറിയ കാക്കി കളറിൽ, അതായത് ഡാർക്ക് സാൻഡ് കളറിലുള്ള ചെറിയ പോർഷൻസ് ഉണ്ടല്ലോ, അത് മാത്രമാണ് പാലസ്തീൻ എന്ന് പറയാനുള്ളത്. ബാക്കിയെല്ലാം തന്നെ ഇസ്രായേൽ കൈക്കലാക്കിയിരിക്കുകയാണ്. ഒരു സൈഡിൽ ഗാസ ഒരു കച്ചിത്തുരുമ്പായിട്ട് ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ തന്നെ അതിനെ വെച്ചുകൊണ്ട് അതിന്റെ മറവിൽ വെസ്റ്റ് ബാങ്കിനെ പൂർണ്ണമായിട്ടും ഇസ്രായേൽ സ്വന്തമാക്കുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അവരുടെ ജുദേയ സമാരിയ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് അവർ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. അത് ഒരു പരിധിവരെ സക്സസ് ആയി തന്നെ പറയേണ്ടി വരും. ഇതിനകത്ത് നമ്പർ 1 എന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന റെഡ് കളറിൽ അത് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ജനീൻ എന്ന് പറഞ്ഞാണ് സ്ഥലത്തിന്റെ പേര്. ഈ ജനീനിൽ പണ്ട് ക്യാമ്പാണ് ഉണ്ടായിരുന്നത്. ആ ക്യാമ്പ് മൊത്തത്തിൽ അടിച്ച് തൂത്ത് പറക്കി കളഞ്ഞിട്ട് അവിടെ എല്ലാം തന്നെ ഇപ്പം സെറ്റിൽമെന്റുകൾ ഇസ്രായേൽ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തുടരെയുള്ള പല സ്ഥലങ്ങളിലും ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ തകൃതിയായിട്ടുള്ള നീക്കങ്ങളാണ് തുടരുന്നത്. ബംഗ്ലാദേശിന്റെ സ്റ്റുഡൻസ് പാർട്ടി ആയിട്ടുള്ള NCP പാർട്ടിയുടെ ലീഡർ മൗലാന റസൂൽ കരീം ഇയാൾ കൊല്ലപ്പെട്ടു. അതാണ് ഇപ്പൊ ബംഗ്ലാദേശിന്റെ ഒരു ടോപ്പ് ന്യൂസ്. പ്രധാനപ്പെട്ട കാരണം സ്റ്റുഡൻസ് പാർട്ടിയാണ് NCP എന്ന് പറയുന്നത്. ഇലക്ഷൻ ആണെങ്കിൽ ഫെബ്രുവരി 12 ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സിമ്പതി വോട്ട് നേടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ബംഗ്ലാദേശിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇതിനു മുമ്പ് തന്നെ സ്റ്റുഡൻസ് പാർട്ടി നേതാവ് കൊല്ലപ്പെട്ടതിനെ ചൊല്ലിയാണ് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ കനത്ത പ്രതിഷേധം നടന്നുകൊണ്ടിരുന്നത്. അതിനെ തുടർന്ന് ഇപ്പൊ ഇന്ന് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ വീണ്ടും പ്രതിഷേധം തുടങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ ഇതിന്റെ പേരിൽ എത്ര മൈനോറിറ്റി കൊലപാതകങ്ങൾ ഇനി നടക്കും എന്നുള്ളത് നമുക്കറിയില്ല. ഇതാണ് നിലവിലുള്ള സാഹചര്യം. ഇതൊക്കെയാണ് ഇന്നത്തെ ചില ഗ്ലോബൽ അപ്ഡേറ്റ്സ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.